നരേന്ദ്രൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വർഷകാലത്ത് ട്രോളിംഗ് നിരോധിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. എന്ന് വെച്ച് ലക്ഷങ്ങൾ മുടക്കി ഞാൻ വാങ്ങിയ ബോട്ടുകൾ ഹാങ്കറിൽ ഇട്ടാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ ആര് സഹിക്കും? സാറിനറിയാലോ, എന്റെ ബോട്ടുകൾ കടലിൽ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റു ചില കച്ചവടങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയാ. അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം അങ്ങ് പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ കണ്ണൂണ വർത്തമാനം കൂടി ഈടോ തന്നെ സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ തീരദേശത്തെ മുഴുവൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് നേരിടേണ്ടി വരും. എന്റെ സമുദായക്കാരും എതിർക്കില്ല. പിന്നെയുള്ളത് കുറെ ക്രിസ്ത്യാനികളും ഇടതുപക്ഷത്തിൽപ്പെട്ട ITUC-കാരുമാണ്. അവരെ നേരിടാൻ എന്റെ ബോട്ടിലെ ജീവനക്കാർ മതി. കൂട്ടത്തിൽ ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. ഓ, നിങ്ങളെല്ലാം കൂടി എന്നെ നശിപ്പിക്കും, എന്നെ കസേരന്ന് തെറിപ്പിക്കും. ഞങ്ങൾ കാരണം സാറിന് ഒരു ദോഷവും വരികയില്ല. വരത്തില്ല. ഏത് അത്യാപത്തിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. മുമ്പ് നിന്നിട്ടുണ്ടല്ലോ. സാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം സാറേ. ശരി ശരി. മത്സ്യസമ്പത്ത് പൊതുസമ്പത്ത് ഭീഷണി വേണ്ട, ഗുണ്ടായിസം വേണ്ട. സാർ, ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും ബോട്ടിറക്കാൻ നാട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അടിച്ചോടിക്കണോ അവറ്റകളെ? അതിനല്ലേ ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത്. ലാത്തി ചാർജ് അല്ല, വെടിവെച്ചാൽ പോലും അവന്മാർ മാറുമെന്ന് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് ബോട്ടുകാരെ തിരിച്ചയക്കുകയായിരിക്കും നല്ലത്. ശരി ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. തൊഴിലാളി സമരം ചരിത്രം കേട്ടിട്ടില്ല. ഇറങ്ങി വരണം മുതലാളി, ഇറങ്ങി വരാൻ. ഇറങ്ങി വേണം സാർ. തൊഴിലാളികളുടെ വയറ്റ് തടിച്ചിട്ട് മുതലാളി ബോട്ട് ഇറക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഇറങ്ങി വേണം, ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കാൻ അരുത് നിങ്ങളെ, അരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കാര്യത്തിൽ ഇറങ്ങി വരുന്നതാണ് നല്ലത്. ഇറങ്ങണം മുതലാളി. സർക്കാരിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, പോലീസ് നിങ്ങളുടെ വരുതിൽ നിന്നും വരാം. അതുകൊണ്ട് ഈ തുറക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. മിസ്റ്റർ ശിവദാസൻ, ആഴക്കടലിൽ വലയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബോട്ടുടമകൾക്ക് നാടൻ വെള്ളത്തിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാവില്ല. ഈ വർഷകാലത്തെങ്കിലും നിങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കണം. ആ പാവങ്ങളുടെ പട്ടിണിക്ക് ഒരു അറുതി വരുത്തണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അയ്യോ, ഫാദർ അടക്കം എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. വള്ളക്കാരെ പോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നവരും തൊഴിലാളികളല്ലേ. അവരുടെ യൂണിയൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ ബോട്ട് ഇറക്കിയത്. നാട്ടുകാരായി നിങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ബോട്ട് ഇറക്കുന്നില്ല. എന്താ പോരെ? മത്സ്യത്തൊഴിലാളി ഐക്യം! മത്സ്യത്തൊഴിലാളി ഐക്യം! ശിവദാസ്